ഒരിക്കൽ ശലോമോൻ രാജാവിന്റെ സദസ്സിൽ രണ്ട് സ്ത്രീകൾ ഒരു തർക്കവുമായി എത്തി. അവർ രണ്ടുപേരും ഒരു വീട്ടിലാണ് താമസിച്ചിരുന്നത്. ഇരുവർക്കും ഏകദേശം ഒരേ സമയത്ത് ഓരോ ആൺകുഞ്ഞുങ്ങൾ ജനിച്ചു. ഒരു രാത്രി സ്ത്രീകളിൽ ഒരാൾ ഉറക്കത്തിൽ തിരിഞ്ഞു കിടന്നപ്പോൾ അറിയാതെ സ്വന്തം കുഞ്ഞിന്റെ മീതെ കിടക്കുകയും ആ കുഞ്ഞ് മരിച്ചു പോവുകയും ചെയ്തു. കുഞ്ഞ് മരിച്ചു എന്ന് മനസ്സിലാക്കിയ ആ സ്ത്രീ മറ്റേ സ്ത്രീ ഉറങ്ങിക്കിടക്കുമ്പോൾ തന്റെ മരിച്ച കുഞ്ഞിനെ അവളുടെ അരികിൽ കിടത്തിയിട്ട് അവളുടെ ജീവനുള്ള കുഞ്ഞിനെ എടുത്തു. രാവിലെ ആയപ്പോൾ ജീവനുള്ള കുഞ്ഞിനെ ചൊല്ലി ഇരുവരും വഴക്കായി. ജീവനുള്ള കുഞ്ഞ് എന്റേതാണ്, മരിച്ചത് നിന്റെ കുഞ്ഞാണ്. ഒന്നാമത്തെ സ്ത്രീ വാദിച്ചു. അല്ല, മരിച്ചത് നിന്റെ കുഞ്ഞാണ്, ജീവനുള്ളത് എന്റേതാണ്. രണ്ടാമത്തെ സ്ത്രീയും തർക്കിച്ചു. ആരാണ് സത്യം പറയുന്നതെന്ന് രാജാവിന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. കാരണം അവർക്ക് സാക്ഷികളാരും ഉണ്ടായിരുന്നില്ല. അല്പനേരത്തെ ആലോചനയ്ക്ക് ശേഷം ശലോമോൻ രാജാവ് കൽപ്പിച്ചു, ഒരു വാൾ കൊണ്ടുവരിക. ഒരു കാവൽക്കാരൻ വാൾ കൊണ്ടുവന്നു. കാവൽക്കാരൻ വാൾ കൊണ്ടുവന്നപ്പോൾ രാജാവ് പറഞ്ഞു, ഈ ജീവനുള്ള കുഞ്ഞിനെ രണ്ടായി പകുത്ത് ഒരു പകുതി ഒന്നാമത്തെ സ്ത്രീക്കും മറ്റേ പകുതി രണ്ടാമത്തെ സ്ത്രീക്കും കൊടുക്കുക. ഈ വിധി കേട്ടയുടൻ കുഞ്ഞിന്റെ യഥാർത്ഥ അമ്മയുടെ ഹൃദയം തകർന്നു. അവൾ രാജാവിന്റെ കാൽക്കൽ വീണു അലറിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, മഹാരാജാ, കരുണയുണ്ടാകണം. എന്റെ കുഞ്ഞിനെ ഒന്നും ചെയ്യരുത്. ഞാൻ ആ കാലുകളിൽ വീഴുന്നു. എന്നാൽ മറ്റേ സ്ത്രീ രാജാവിനോട് പറഞ്ഞു, നല്ല തീരുമാനമാണ്. കുഞ്ഞിനെ എനിക്കും വേണ്ട, അവൾക്കും വേണ്ട. അതിനെ രണ്ടായി തന്നെ മുറിക്കട്ടെ. ഇത് കേട്ടയുടൻ ശലോമോൻ രാജാവ് യഥാർത്ഥ അമ്മയെ തിരിച്ചറിഞ്ഞു. രാജാവ് കൽപ്പിച്ചു, കൊല്ലരുത്. അത് ആദ്യത്തെ സ്ത്രീക്ക് കൊടുക്കുക. അവളാണ് അതിന്റെ യഥാർത്ഥ അമ്മ. സദസ്സിൽ ഉണ്ടായിരുന്നവരെല്ലാം രാജാവിന്റെ ഈ ബുദ്ധിപരമായ വിധിയിൽ അത്ഭുതപ്പെടുകയും അദ്ദേഹത്തിന്റെ വിവേകത്തെ പുകഴ്ത്തുകയും ചെയ്തു. ഗുണപാഠം: യഥാർത്ഥ സ്നേഹവും മാതൃത്വവും ഒരിക്കലും സ്വാർത്ഥമായിരിക്കില്ല. തനിക്ക് നഷ്ടം സംഭവിച്ചാലും താൻ സ്നേഹിക്കുന്നത് സുരക്ഷിതമായിരിക്കണം എന്നേ യഥാർത്ഥ സ്നേഹം ആഗ്രഹിക്കുന്നുള്ളൂ. വിവേകപൂർണമായ ഒരു നോട്ടത്തിലൂടെയോ പരീക്ഷണത്തിലൂടെയോ സത്യത്തെയും കപടത്തെയും വേർതിരിച്ചറിയുവാൻ സാധിക്കും.